ഇന്നത്തെ ചെന്നൈ RCB മാച്ച് കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. RCB പ്ലേ ഓഫിലെത്തിയിരിക്കുകയാണ്. അതുപോലെ ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ചെന്നൈ കളി തോറ്റപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. CSK ഇപ്പോൾ 10ാം സ്ഥാനത്താണ്. അവരെ ഒഫീഷ്യലി പുറത്തായി. അതുകൊണ്ട് അവരെ മാറ്റി നിർത്താം. 9ാം സ്ഥാനത്ത് ഹൈദരാബാദാണ്. അവർക്ക് 6 പോയിന്റ് ഉണ്ട്. അവരും പുറത്തായ മട്ടിലാണ്. അതുകൊണ്ട് ഹൈദരാബാദിനെയും മാറ്റി നിർത്താം. ഇനിയിപ്പോൾ 1ാം സ്ഥാനത്തുള്ളത് RCB ആണ്. ഇന്നത്തെ കളി ജയിച്ചപ്പോഴാണ് RCBക്ക് 16 പോയിന്റ് എത്തിയിരിക്കുന്നത്. RCB ഇപ്പോൾ പ്ലേ ഓഫിൽ എത്തിയിരിക്കുകയാണ്. ഇനി അവരെ പുറത്താകില്ല. 16 പോയിന്റ് RCBക്കായി. അതുകൊണ്ട് ഒരു സ്ലോട്ട് ബുക്കായിരിക്കുകയാണ്. നിലവിലിപ്പോൾ 2ാം സ്ഥാനത്ത് മുംബൈ ആണ്. അവർക്ക് 14 പോയിന്റ് ഉണ്ട്. 2 പോയിന്റ് കൂടി നേടിയാൽ മുംബൈ ടീമും പ്ലേ ഓഫിലെത്തും. അതുപോലെ തൊട്ടു താഴെ ഗുജറാത്ത് ഉണ്ട്. അവർക്ക് 14 പോയിന്റാണുള്ളത്. 2 പോയിന്റ് കിട്ടിയാൽ അവരും പ്ലേ ഓഫിലെത്തും. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 3 സ്ഥാനങ്ങൾ ബുക്കായിരിക്കുകയാണ്. RCB, മുംബൈ, ഗുജറാത്ത് ഇവരെന്തായാലും പ്ലേ ഓഫ് കളിക്കും. ബാക്കി ഒരു സ്ലോട്ടാണുള്ളത്. ഇതിലേക്ക് വേണ്ടി മത്സരിക്കുന്നത് പഞ്ചാബ്, ഡൽഹി, ലക്നൗ, കൊൽക്കത്ത ടീമിന് സാധ്യത കുറവാണ്. കാരണം അവർക്ക് 9 പോയിന്റ് മാത്രമേ ഉള്ളൂ. 7ാം സ്ഥാനത്താണ് കൊൽക്കത്ത. ഇതേസമയം ലക്നൗ ടീമിന് 10 പോയിന്റ് ഉണ്ട്. അവരാണ് 6ാം സ്ഥാനത്ത്. ഡൽഹിക്കാണെങ്കിൽ 12 പോയിന്റ് ഉണ്ട്. ഡൽഹി ഇപ്പോൾ 5ാം സ്ഥാനത്താണ്. പഞ്ചാബിന് 13 പോയിന്റുമുണ്ട്. പഞ്ചാബിനാണ് പ്ലേ ഓഫിലെത്താൻ കൂടുതൽ സാധ്യത. നിലവിലെ പോയിന്റ് ടേബിൾ പരിശോധിക്കുമ്പോൾ RCB, മുംബൈ, ഗുജറാത്ത്, പഞ്ചാബ് ഈ ടീമുകൾ പ്ലേ ഓഫിലെത്തുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. അവസാനത്തെ ഒരു സ്ലോട്ടിന് വേണ്ടിയായിരിക്കും ഇനി മത്സരം നടക്കാൻ പോകുന്നത്. ഡൽഹി, ലക്നൗ, പഞ്ചാബ് ഇവരിൽ ഒരാൾ അവസാന സ്ഥാനത്ത് കയറും. രാജസ്ഥാന് ആകെ കൂടി 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി എല്ലാ കളി ജയിച്ചാലും രാജസ്ഥാന് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. അല്ലെങ്കിൽ പിന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തൂ. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.